അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ് വെജ് സ്റ്റൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വെജ് സ്റ്റൂ തയ്യാറാക്കാൻ 1/2 കപ്പ് ഗ്രീൻ പീസ് 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതാദ്യം വേവിച്ചെടുക്കണം. ഒരു കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഗ്രീൻ പീസ് വേവിക്കണം. വെന്തുടഞ്ഞു പോകരുത്. 1/4 ഭാഗം വെന്താലും മതി. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയതിനു ശേഷം കുക്കർ തുറന്നു നോക്കാം. ഒട്ടും വെന്ത് ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രീൻ പീസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കുക്കറിലേക്ക് ഒഴിച്ച് ഒരു തക്കോലം, 2 ഏലക്ക, ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പു ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് ഒരു 10 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ പച്ചമണം മാറിയാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കണ്ട. സവാള ലൈറ്റായിട്ട് വഴണ്ടു വരുമ്പോൾ ഒരു ക്യാരറ്റ് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത്, 4 ബീൻസ് കട്ട് ചെയ്തത്, മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച ഗ്രീൻ പീസും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് നന്നായി വെന്ത് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കരുത്, അവസാനം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിൽ തന്നെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. വീഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടി വേറൊരു ചട്ടിയിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ. ഇനി തേങ്ങാപ്പാലിന്റെ 2ാം പാല് 1 കപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ് കറി ഒന്ന് തിളച്ചു വരണം. കുറച്ച് ഉരുളക്കിഴങ്ങ് പീസുകൾ ഇതുപോലെ ഉടച്ചു കൊടുത്താൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. 2 മിനിറ്റ് കറി തിളച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും കറി. ഇനി സ്റ്റൂവിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ ഒരു പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നെയ്യുടെ ഫ്ലേവർ കൂടി വരുമ്പോൾ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്